വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗ്രേവീൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബണ്ണിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പലരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവണം, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ്. പാവ് ബജി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മൾ മിക്സഡ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ ഗ്രേവി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ നീരൊക്കെ ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മളൊന്ന് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം സവാളയൊക്കെ ചേർത്തിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നല്ലതായിട്ട് ആ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയിലൊന്ന് കുതിർത്തി എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോമ്പിനാണെങ്കിലും അതുപോലെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ആണെങ്കിലും റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാവ് ബജി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള പാവ് ബജി മസാലയാണ്. ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് 3 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പീസാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാൽ മതിയാവും. ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോയാണ്. ഒരു 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മതിയാവും. ഇതെല്ലാം നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് പച്ചക്കുള്ള ഗ്രീൻ പീസാണ്, ഇതിനെ മട്ടർ എന്നും പറയും. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ അച്ചിങ്ങപ്പയറൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം ഈ ഒരു ഗ്രീൻ പീസും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം കേട്ടോ. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിനനുസരിച്ചും അതുപോലെ കുക്കറിനൊക്കെ അനുസരിച്ച് അത് വേവാനുള്ള സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം. അപ്പോൾ എനിക്കിവിടെ 4 വിസിലാണ് കേട്ടോ ഇതൊന്ന് വെന്ത് വന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വിസിലാണ് വേവിച്ചത്. ഈ ഒരു ഗ്രേവി നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ ഉടച്ചിട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി സവാള വഴറ്റാനായിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂണോളം ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി സവാളയൊക്കെ നന്നായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബട്ടറിൽ സവാള ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ചെറിയ പീസായിട്ട് തന്നെ ക്യാപ്സിക്കം അരിയുക. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിടാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാവ് ബജി മസാലയും 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തുകൊണ്ട് കസൂരി മേത്തിയാണ് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഇതുപോലെ നന്നായിട്ട് കയ്യിലൊന്ന് ഞെരടിയതിന് ശേഷം ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഈ പൗഡേഴ്സൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടണം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി അതിൽ എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്നുകൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഇതുപോലെ വഴറ്റിയിടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവിയൊക്കെ പോയിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഗ്രേവി റെഡിയാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ മിക്സിലേക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് മിക്സ് ചെയ്തിടണം. ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന്
തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു സ്മാഷർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഉടച്ചിടാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ട് ഉടയുന്നത് വരെ നമ്മൾ ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് ഉടച്ച് അതിൻ്റെ ആ ഒരു ഗ്രേവി കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ഇതിലേക്ക് നമ്മൾ നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ചേർക്കാം. ഇനിയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഗ്രേവി വീണ്ടും കുറുകി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിയില തൂവി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആ ഒരു ബണ്ണ് റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു ഗ്രേവി ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ആ ബണ്ണ് ഗ്രേവിയിൽ കുതിർത്തി എടുത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയായിരിക്കണം അതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബണ്ണ് റെഡിയാക്കാം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതുപോലെ പാവ് ബണ്ണ്. അപ്പോൾ ഈ ബണ്ണ് നമുക്ക് ഇനി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പെഷ്യൽ ടോസ്റ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബണ്ണ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കാനായിട്ട് ചെയ്യുന്ന പോലെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബണ്ണ് ഇതുപോലെ 2 പീസായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരണം. ആ ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേവിയാണ്. ആ ഗ്രേവി ആ ബട്ടറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തിടുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഗ്രേവിയും ചേർത്തിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ബണ്ണിലേക്ക് നന്നായിട്ട് ആ ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ സ്ട്രീറ്റ് ഫുഡായിട്ട് പാവ് ബജി പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് അവർ നമുക്ക് ടോസ്റ്റ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബണ്ണ് ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു പാവ് ബണ്ണ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഗ്രേവിയാണ് കൂടുതലായിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് മേളിലായിട്ട് അവർ ഇതുപോലെ ഒരു പീസ് ബട്ടർ ഇങ്ങനെ നമുക്ക് വെച്ച് തരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒനിയൻ കട്ട് ചെയ്തതും അതുപോലെ ലെമണും വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന ആ ടോസ്റ്റഡ് ബണ്ണും അതിൻ്റെ കൂടെ ഇങ്ങനെയാണ് സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കാൻ നേരം കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ബണ്ണ് ആ ഗ്രേവിയിൽ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഗ്രേവി എന്ന് പറയുന്നത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ബാക്കിയുള്ള ചപ്പാത്തിൻ്റെയോ അല്ലെങ്കിൽ നാൻ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.